സോ ഗൈസ്, ഇന്ന് കൊണ്ടുവന്നിട്ടത് ഒരു സെയിൽ വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ഒരുപാട് മെഴ്സിഡീസ് ബെൻസിന്റെ GLA വേരിയന്റ് ഒരുപാട് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഒരു റെഡ് വേരിയന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ഡിമാൻഡിലുള്ള ഒരു വെഹിക്കിളും കൂടെയാണ്. സോ ഇതിന്റെ ഒരു സെയിൽ ഇൻഫർമേഷൻ, ചെറിയൊരു റിവ്യൂവും കാര്യങ്ങളാണ് വാഷിത്. സോ മെഴ്സിഡീസ് ബെൻസിന്റെ GLA വേരിയന്റ് കേട്ടോ. ഇതൊരു അടിപൊളി എഞ്ചിനും കൂടെയാണ്. അതായത് 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. അത്യാവശ്യം നല്ല മൈലേജിലൊരു വെഹിക്കിൾ. മൈലേജിന് ഫോക്കസ് ചെയ്ത് എടുക്കേണ്ട ഒരു പ്രീമിയം കാർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ വെഹിക്കിളാണ് നമ്മുടെ GLA. സോ റെഡ് വേരിയന്റിലാണ് വന്നിട്ടുള്ളത്. ഒരു ക്രോമി എലമെന്റോട് കൂടി ലോഗോ ഗ്രിൽസ് കാണാം. ഇതിന് MG പാറ്റേണിലോട്ട് വരുമ്പോൾ MG ബമ്പറിലോട്ട് മാറും. പക്ഷേ ഇത് നോർമൽ കാറാണ്. അതുപോലെ തന്നെ ഒരു 2 സ്ലാറ്റ് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മെഴ്സിഡീസ് ബെൻസിന്റെ തന്നെ ബൈക്ക് സെനോൺ ഹെഡ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. ലോബിയുമൊക്കെ ഇതന്നെ വർക്ക് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ DRLs വരുന്നുണ്ട് കേട്ടോ. സൈഡിൽ ഒരു 18 ഇഞ്ചിന്റെ വീലാണ്. ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ പോകുന്നില്ല. പിന്നെ ഒരു കോമ്പാക്ട് ഹാച്ച് ബാക്ക് സ്റ്റൈലാണ് വെഹിക്കിൾ വന്നിട്ടുള്ളത്. ബാക്കിലും സെയിം ആണ് കേട്ടോ, വീലും ചേഞ്ച് ഒന്നുമില്ല. പക്ഷെ നല്ല വലിയ വീലാണ് വന്നിട്ടുള്ളത്. ഡസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് ഇതിൽ മഴയായിരുന്നു. മഴ കഴിഞ്ഞിട്ട് നമ്മൾ വെഹിക്കിൾ വീണ്ടും റിവ്യൂലോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ചെറിയൊരു ഡസ്റ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു SUV ആണ്. SUV അല്ല, ഒരു ഹാച്ച് ബാക്ക് ആണ്. നമുക്ക് എല്ലായിടത്തേക്കും കൊണ്ടുപോകാൻ പറ്റിയതിന് ഇതിൻ്റെ സ്പെയർ വീല് വരെ ഈ ഒരു വെഹിക്കിൾ ഉണ്ട് കേട്ടോ. കളർ സ്ക്രാച്ച്ലെസ് ആണ് വെഹിക്കിൾ വന്നിട്ടുള്ളത്. സോ ഞാൻ ഇതിൽ ഡീപ്പായിട്ട് റിവ്യൂവിലോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഓവർ എല്ലാ ഭാഗവും ഒന്ന് കാട്ടിത്തരാം. കാരണം ഇതിൽ ഒരുപാട് നമ്മൾ GLAന്റെ റിവ്യൂസ് നമ്മുടെ ചാനലിൽ ആൾറെഡി അപ്ലോഡറാണ്. സോ അത് ഞാൻ സെയിലിന് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇത് എടുക്കാൻ താല്പര്യമുള്ള ഒരു ജസ്റ്റ് ഞാൻ കാട്ടി തന്നുള്ളൂ. സൺറൂഫ് ഒക്കെ ഉള്ള മോഡലാണ്. അതായത് സിംഗിൾ അല്ല, പാനോറമിക് സൺറൂഫ് ആണ്. നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. അതിന്റെ കൺട്രോൾസ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാട്ടി തരാം. ഇല്ല, വെഹിക്കിളിന്റെ സ്റ്റിയറിംഗ് വീൽ ലൈറ്റ് വെയിറ്റ് സ്റ്റിയറിംഗ് വീലാണ്. നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര കംഫർട്ടാണ്. ഇതിന്റെ ഒരു ഇന്റീരിയറും കാര്യങ്ങളും വന്നിട്ടുള്ളത് ജെറ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു AC വെന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സീറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കുഷനിലുള്ള സീറ്റാണ്. അതുപോലെ തന്നെ മെമ്മറി ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഡ്രൈവർ സൈഡും അതുപോലെ തന്നെ പാസഞ്ചർ സൈഡൊക്കെ ഇലക്ട്രിക്കലിയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ചെറിയൊരു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതെങ്കിൽ പോലും അതൊരു കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ സെൻട്രൽ കൺസോൾ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഇന്റീരിയർ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു മോഡലും കൂടെ കേട്ടോ. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ അല്ല, ഞാൻ എപ്പോഴും മറക്കും. ടച്ച് സ്ക്രീൻ അല്ല, കാരണം ഇവിടെ റോട്ടറി കൺട്രോൾ വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഇതൊക്കെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റിൻ്റെ കൺട്രോൾ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. സോ അതാണ് ഇതിൻ്റെ ഒരു അനലോഗ് മീറ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഡിജിറ്റൽ അല്ല കേട്ടോ. പിന്നെ ചെറിയൊരു സ്ക്രീനും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ നമുക്ക് വാഷർ ഫ്ലൂയിഡും അങ്ങനത്തെ കുറേ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കും. പിന്നെ ഇതാണ് സൺറൂഫിന്റെ കൺട്രോൾസ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ബൈക്കിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ ഭയങ്കര ഒരു കംഫർട്ട് തന്നെയാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ചെറിയ വെഹിക്കിൾ തന്നെയാണ്. നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഒരു വെഹിക്കിൾ ഇരിക്കുമ്പോൾ തോന്നും. കൂടുതലായിട്ട് സാധാരണ ബെൻസും BM സെഡാനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അറിയാലോ, ഭയങ്കര നീളമുള്ള ഒരു വെഹിക്കിളൊക്കെ. പക്ഷെ ഇത് ഒരു കോൺഫിഡൻറ്റോട് കൂടി നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റിയ രീതിക്ക് തന്നെയാണ് വെഹിക്കിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ 3 ഹെഡ് റെസ്റ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറിയാലോ, സെൻട്രൽ ടണൽ അത്യാവശ്യം ഉണ്ടാവും. അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് 3 പേർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാവുന്നത് തന്നെയാണ്. ഞാനിതിൽ യാത്ര ചെയ്തതും കൂടെയാണ്. കാരണം നമ്മളൊരു ആൾമോസ്റ്റ് ഒരു 8-9 മണിക്കൂറോളം ഈ ഒരു വെഹിക്കിൾ റൺ ചെയ്തിട്ടുണ്ട് എറണാകുളത്ത് നിന്ന് ഇതുവരെ. അപ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടിയൊരു വെഹിക്കിളും കൂടെ തന്നെയാണ് കേട്ടോ. എഞ്ചിനെ കുറിച്ച് അറിയാലോ, ഒരു 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വന്നിട്ട്. അത്യാവശ്യം നല്ല മൈലേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ്. ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചാൽ കണ്ടില്ലേ, ഇതാണ് ഈ ഒരു എഞ്ചിന്റെ സൗണ്ട്. ഈ ഹോൺ ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചു തരാം. സോ 2015 മോഡലാണ് വരുന്നത്. 3rd ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഒറിജിനൽ കേരള വെഹിക്കിളും കൂടെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തൊരു വെഹിക്കിളും കൂടെയാണ്. പിന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. 13,87,000 രൂപയാണ് നമ്മുടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വന്നിട്ട് വെഹിക്കിൾ കണ്ടിട്ട് താല്പര്യം ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പോകാവുന്നതാണ്. സോ വെഹിക്കിളിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും കാര്യങ്ങളും കൊടുക്കാൻ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ. സോ 2015 വണ്ടി 3rd ഓണർഷിപ്പിൽ വരുന്ന 1,20,20,000 കിലോമീറ്റർ വെഹിക്കിളാണ് കേട്ടോ. 13,85,000 ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഡീസലും കൂടെയാണ്.